അന്ന് രമേശ് ചെന്നിത്തലയുണ്ട്, വി ഡി സതീശനുണ്ട്, BJPയുടെ സുരേന്ദ്രനുണ്ട്. മൂന്നാൾക്കും കിട്ടേണ്ടത് കിട്ടിയപ്പോൾ മതിയാക്കി. സ്പ്രിംഗ്ലർ കേസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വന്നു. അതിൻ്റെ വിധിയാണ് ഏറ്റവും അവസാനം വന്ന വിധി. എന്തായിരുന്നു പറഞ്ഞത്? സ്പ്രിംഗ്ലർ ലോകോത്തരമായ രീതിയിൽ കള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന, നമ്മുടെ ഡാറ്റ മുഴുവൻ കട്ടുകൊണ്ടുപോകുന്ന സാമ്രാജ്യത്വത്തിൻ്റെ ശക്തി എന്നെല്ലാം പറഞ്ഞിട്ട് യാതൊരു മയമില്ലാതെ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകിച്ച് കോവിഡ് പശ്ചാത്തലത്തെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു ടൂളിനെ അതിശക്തിയായിട്ട് വിമർശിച്ച് കേസിലേക്ക് പോയി. ഇപ്പോൾ ആ കേസിൻ്റെ വിധി കൃത്യമായിട്ട് വന്നു. അതിലിപ്പോൾ കേസിന് പോയവരുടെ കൂട്ടത്തിൽ 3 ആളുമുണ്ട്. അന്ന് രമേശ് ചെന്നിത്തലയുണ്ട്, വി ഡി സതീശനുണ്ട്, BJPയുടെ സുരേന്ദ്രനുണ്ട്. 3 ആൾക്കും കിട്ടേണ്ടത് കിട്ടിയപ്പോൾ മതിയാക്കി. യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ കോവിഡ് പശ്ചാത്തലത്തെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി കേരളം നടത്തിയ ഏറ്റവും ശ്രമകരമായ ഒരു ജോലിയിൽ ഇടങ്കോലിട്ട് അതിനെ തകർക്കാൻ ശ്രമിച്ച കോടതിയുടെ ഇപ്പോഴും വന്ന വിധി വെച്ചുകൊണ്ട് മാപ്പ് പറയണം. വി ഡി സതീശനും പറയണം, രമേശ് ചെന്നിത്തലയും പറയണം, അതുപോലെ BJP നേതാവ് സുരേന്ദ്രനും പറയണം. ആളുകളെ വഞ്ചിക്കുന്നതിന് ഒരു അതിര് വേണ്ടേ? എന്തും പറയാം, എന്തും ചെയ്യാം, അതിൻ്റെ ഭാഗമായിട്ട് കേസ് കൊടുക്കാം. കേസ് കൊടുത്തു എന്നുള്ളത് മാത്രമേ വാർത്തയുള്ളൂ. ആ വാർത്തയ്ക്ക് ശേഷം ഇപ്പോഴും ആ കേസ് തള്ളിയപ്പോൾ അതിൻ്റെ ഗൗരവത്തിൽ നിങ്ങൾ ആരെങ്കിലും വാർത്ത കൊടുത്തോ? അത് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കത് താല്പര്യമില്ല, പക്ഷെ ഞങ്ങൾക്കതിൽ നല്ല താല്പര്യമുണ്ട്. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. വെച്ചിട്ട് സ്പേസ് ഇല്ലെങ്കിൽ നാളെ കൊടുത്താൽ മതി. എന്നാൽ സ്പേസ് വരുമല്ലോ, നാളെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടാവുമല്ലോ. കൊടുക്കും, നമുക്ക് നോക്കാം അങ്ങനെന്താ കൊടുക്കുമെന്ന്. ഞാനീ പറഞ്ഞത് മാപ്പ് പറയണം എന്ന് പറഞ്ഞത് കൊടുക്കുമെന്ന് നോക്കട്ടെ. പറയണ്ടല്ലേ, ന്യായമായി പറയണ്ടല്ലേ. സ്പ്രിംഗ്ലർ പ്രശ്നത്തിൻ്റെ മേലെ നിങ്ങൾ വേവലിപ്പാടിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ പറഞ്ഞാലും കൂടെ കൊടുക്കൂല. അത് നന്നായിട്ട് അറിയുന്ന ആളാണ് ഞാൻ. നിങ്ങൾ എഴുതി കൊടുത്താൽ പോലും കൊടുക്കൂല. ഇതിനെല്ലാം മാനേജ്മെൻറ്റ് സംവിധാനത്തിൻ്റെ കാഴ്ചപ്പാടെന്താണ് എന്നുള്ള നല്ല ധാരണയുള്ള ആളല്ലേ നമ്മളെല്ലാം. അതുകൊണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെ മാനേജ്മെൻറ്റ് സംവിധാനത്തെയാണെന്ന് കണ്ടോളണം. നിങ്ങൾ നമ്മളെപ്പോലെയുള്ള സാധാരണ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ശമ്പളം വാങ്ങി കൂലി വാങ്ങി ജീവിക്കുന്നവരാണ്. അതിന് ഞങ്ങൾക്ക് എന്താ തർക്കമില്ലേ? അതിന് നിങ്ങൾ വേറാവേണ്ട. നിങ്ങൾക്ക് വേണ്ടി വേറാവാൻ വേണ്ടി പറയുന്നതല്ല ഞാൻ. അതതിൻ്റെ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടേ അവരവതരിപ്പിക്കുള്ളൂ. സ്പ്രിംഗ്ലർ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ കോവിഡ് പശ്ചാത്തലത്തെ വളരെ വേഗം മറികടന്ന് മുമ്പോട്ടേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായൊരു ഡാറ്റ ശേഖരണത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമമാണ്. അതിനെ പാരവെച്ച് എന്നിട്ട് അത് പിൻവലിക്കേണ്ടി വന്നു. എന്നിട്ട് ഇപ്പോൾ കോടതി വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അതിൽ അമ്മാതിരിയുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, ഒരു തരത്തിലുള്ള ചോർച്ചയുണ്ടായിരുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ 3 പേരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വമാണ് ഈ 3. ഒന്ന് കോൺഗ്രസ് തന്നെയാണ്, 2 വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണെന്ന് നിങ്ങൾക്കറിയാലോ. രമേശ് ചെന്നിത്തലയുണ്ട്. ഇവർ 2 അതുപോലെ തന്നെ സുരേന്ദ്രനും BJP നേതാവും. അവർ ജനങ്ങളോട് മാപ്പ് പറയേണ്ടതാണ്. ഈ ഓരോന്നിലും പറയണം. ഈ സ്പ്രിംഗ്ലർ ഏറ്റവും അവസാനം വന്നതുകൊണ്ട് അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.